നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 2025 ഏപ്രിൽ 15 മുതൽ ആധാർ കാർഡിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നിലവിൽ ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായ വീഡിയോ ആണ്. പ്രത്യേകിച്ച് 35 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്കറിയാം, നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ അത് കാര്യമായിട്ട് രേഖ കൊടുത്ത് എടുത്ത ആധാർ കാർഡ് ആയിരുന്നില്ല. നമ്മുടെ കയ്യിലുള്ള പഴയ രൂപത്തിലുള്ള വോട്ടർ ID കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് പോലത്തെ നമ്മുടെ പേരുകളും മറ്റും ശ്രദ്ധിക്കാത്ത രേഖയിലായിരുന്നു നമ്മൾ ആധാർ കാർഡ് എടുത്തത്. പിന്നീട് ഇങ്ങോട്ട് ഓരോ കാര്യത്തിനും നിർബന്ധമായി ആധാർ കാർഡ് വരികയും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യൽ നിർബന്ധമായി. പിന്നീടാണ് നമ്മുടെ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയത്. നമ്മുടെ പേരിലുള്ള ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. നിർബന്ധമായിട്ടും ഇപ്പോൾ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്തിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുകയുമില്ല. പല ആളുകളും ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ കാർഡിലെ പേര്, ഫോൺ നമ്പറുകളെല്ലാം. ഇനി അങ്ങോട്ട് ഇതെല്ലാം തിരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ തിരുത്താൻ നിർബന്ധമുള്ള ആളുകൾ, ആവശ്യമുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ തിരക്ക് കുറവുള്ള ഈ സമയങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ അന്ന് കൊടുത്തിരുന്ന വോട്ടർ ID കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തുമായിരുന്നു. പക്ഷെ അന്ന് നമുക്കറിയാം, നമ്മുടെ പഴയ രൂപത്തിലുള്ള വോട്ടർ ID കാർഡിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിരുന്നില്ല. നമ്മുടെ വയസ്സ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2025 35 വയസ്സ് എന്നിങ്ങനെ മാത്രമാണ് അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 1 കണക്കാക്കിയായിരുന്നു ആധാർ കാർഡിൽ എൻ്റർ ചെയ്തിരുന്നത്. അന്ന് നമുക്ക് ലഭിച്ച ആധാർ കാർഡിൽ പക്ഷേ ജനനവർഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓൺലൈനിൽ നിന്നും ആധാർ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്ന രൂപത്തിലെത്തിയപ്പോഴാണ് നമ്മുടെ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പേര്. ഒട്ടുമിക്ക പഴയ വോട്ടർ ID കാർഡിലും നമ്മുടെ സർനെയിം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുകയില്ല, നമ്മുടെ പേര് മാത്രമാണ് രേഖപ്പെടുത്താറ്. പിന്നീട് ഇങ്ങോട്ട് വന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ പേര് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായി തന്നെ മിസ്റ്റേക്കുകൾ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിൽ കുട്ടികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ്. അതിനുശേഷം സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും. അക്ഷയ കേന്ദ്ര തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ആധാർ വെബ്സൈറ്റും അതുപോലെ തന്നെ ആധാറിലെ ആപ്ലിക്കേഷൻ കൂടുകയും നമ്മുടെ അപ്രൂവൽ കിട്ടാൻ ടൈം എടുക്കുകയും ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടും ഈ ഒരു മാസത്തിൽ തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മുടെ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ആധാർ കാർഡിലെ ഡാറ്റ വളരെ നിർബന്ധമാണ്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മൾ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ. നമ്മളിപ്പോൾ കൈവശത്തിലുള്ള നമ്മുടെ ഫോണിലേക്ക് തന്നെ OTP വരുന്ന ആധാർ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. പല ആളുകളും ആധാർ കാർഡ് എടുത്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ഇപ്പോഴും അതിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റുകയും നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ വേറെ ആളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന OTP നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ വരെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ആധാറിലെ മൊബൈൽ നമ്പർ നമ്മളിപ്പോൾ കൈവശം വെക്കുന്ന മൊബൈൽ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. പല ആളുകളും വിദേശത്തുള്ള മക്കളെയോ ഭർത്താവിൻ്റെ പേരിലായിരിക്കാം അവരുടെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കുക. അതിലേക്ക് വരുന്ന OTPയോ മറ്റു കാര്യങ്ങളോ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുമൂലം തന്നെ നമ്മൾ ഒരു അത്യാവശ്യ സമയങ്ങളിൽ നമ്മുടെ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം OTP അതിലേക്കായിരിക്കും വരിക. നിർബന്ധമായിട്ടും നമ്മളുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെ ഉറപ്പുവരുത്തുക. അതിലേക്ക് വരുന്ന OTP മറ്റാളിലേക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇക്കാര്യങ്ങളെല്ലാം ഈ ഒരു മാസത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത മാസം മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്ഷയ കേന്ദ്രം നല്ല തിരക്കായിരിക്കും. SLC റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ +1 അഡ്മിഷനുള്ള കാര്യങ്ങൾ, ഡിഗ്രി അഡ്മിഷനുള്ള കാര്യങ്ങൾ,
അത് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇനി ഒരു 5-6 മാസം നല്ല തിരക്കായിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ. അതിനുമുമ്പായി തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.